ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ നിലം പൊത്തുമെന്നുള്ളതിൻ്റെ സൂചനകൾ പുറത്തു വരികയാണ്. കാരണം പ്രവർത്തകരെല്ലാം LDF മുന്നണി വിട്ടിട്ടും മാണി ഗ്രൂപ്പ് എന്നു പേരുള്ള ജോസ് കെ മാണിയുടെ പാർട്ടി LDFിൽ തന്നെ നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നടത്തിയിരിക്കുന്നത് അത്രയും വലിയ ക്രമക്കേടുകൾ ആണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ മന്ത്രിസഭയിൽ അഴിമതി നടത്താത്ത വകുപ്പ് ഏതാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഏതുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആരാണ് മിച്ചം എന്നറിയില്ലെങ്കിലും പുറത്തു പോകുന്നവരെ പൂട്ടാൻ, എല്ലാ വകുപ്പ് മന്ത്രിമാരെയും കുടുക്കാൻ ഉള്ള തെളിവും അതിൻ്റെ കടലാസും പിണറായിയുടെ കയ്യിൽ ഭദ്രമായുണ്ട്. അങ്ങനെ റോഷി അഗസ്റ്റിൻ നടത്തിയ വലിയ ക്രമക്കേടിൻ്റെ കടലാസ് എടുത്ത് കാണിച്ച് വാസവൻ മന്ത്രി ചില മുന്നറിയിപ്പ് നൽകിയതോടെയാണ് റോഷി അഗസ്റ്റിൻ വാലും ചുരുട്ടി അവിടെ തന്നെ കിടന്നത്. അപ്പോഴും ജോസ് കെ മാണിക്ക് LDF വിട്ട് UDFിൽ പോകാനുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു. കാരണം UDFിൽ വന്ന് മത്സരിച്ചാലല്ലാതെ LDFിൽ നിന്ന് ജയിക്കുന്ന ഒരു മണ്ഡലവും ഇപ്പോൾ തനിക്ക് കോട്ടയത്തില്ല എന്ന് ജോസ് കെ മാണി നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് റോഷിയെ അറിയിക്കുകയും ചെയ്തു ജോസ് കെ മാണി. എന്നാൽ വാസവന്റെ ഭീഷണിയിൽ പേടിച്ചു വിരണ്ട റോഷി ജോസ് കെ മാണിക്ക് അന്ത്യശാസനം നൽകുകയായിരുന്നു. LDF വിടാനില്ലെന്നും അഥവാ ജോസ് കെ മാണി LDF വിട്ടാൽ താൻ നടത്തിയ ക്രമക്കേട് പാർട്ടിക്കും കൂടി വേണ്ടിയാണെന്ന് നാട്ടുകാരെ അറിയിക്കുമെന്നും അതോടെ മാണി സാറിൻ്റെ മകൻ ഗോപി വരക്കുമെന്നുമായിരുന്നു റോഷി അഗസ്റ്റിൻ്റെ താക്കീത്. അതും കേട്ട് ഇപ്പോഴും ഒരാത്മഹത്യാ മുനമ്പിൽ നിൽക്കുകയാണ് ജോസ് കെ മാണി. അതുമാത്രമല്ല, അതിനേക്കാളും വലിയ താക്കീതും മുന്നറിയിപ്പുമാണ് ജോസ് കെ മാണിക്ക് മുഖ്യമന്ത്രി നേരിട്ട് നൽകിയിരിക്കുന്നത് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് പാലാ MLA ആയ മാണി സി കാപ്പനാണ്. UDFിലേക്ക് പോയാൽ ജോസ് കെ മാണിക്കെതിരെ റോഷിയെ മത്സരിപ്പിക്കുമെന്ന് പിണറായി വിജയൻ നേരിട്ട് ഭീഷണിപ്പെടുത്തിയതായി ഒരു മുതിർന്ന LDF നേതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. പാലാ MLA ആയ മാണി സി കാപ്പൻ വഴിയാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. അത് ചെറിയ സംഭവമല്ല എന്നും മന്ത്രി റോഷി എന്തുകൊണ്ടാണ് LDFിൽ തന്നെ തുടരുന്നത് എന്ന് അടുത്ത UDF ഭരണത്തിൽ ആദ്യം തന്നെ വെളിപ്പെടും എന്നാണ് മാണി സി കാപ്പൻ അതിനുത്തരം നൽകിയിരിക്കുന്നത്. അതായത് റോഷി അഗസ്റ്റിൻ തൻ്റെ മന്ത്രിപദം ഉപയോഗിച്ച് നടത്തിയ വലിയ തട്ടിപ്പ് UDF അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അതെല്ലാം പുറത്തെടുത്ത് ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യിക്കാനുള്ള അന്വേഷണത്തിലേക്കും നടപടികളിലേക്കും കടക്കുമെന്നുള്ള സൂചനയാണ് മാണി സി കാപ്പൻ നൽകുന്നത്. ക്രമക്കേട് നടത്തി അതിൻ്റെ പങ്കുപറ്റിയത് റോഷി ഒറ്റയ്ക്കല്ല എന്നുള്ളത് കൊണ്ടാണ് ജോസ് കെ മാണിയും ഇപ്പോൾ ഭയക്കുന്നത് എന്ന് മാണി സി കാപ്പൻ പറയുന്നു. അങ്ങനെ ക്രമക്കേട് നടത്തിയതും സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നതുമായ കേരള കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന മാണി സി കാപ്പൻ പാലായിൽ ജോസ് കെ മാണി ഇനി വെറുതെ നിന്ന് മഞ്ഞു കൊള്ളണ്ട എന്നുള്ള മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. ഒന്നുകൂടി പാലായിൽ മത്സരിച്ചാൽ ഒന്നുകൂടി തോൽക്കും. അതറിയാവുന്ന ജോസ് കെ മാണി UDFിലേക്ക് പോകാനായി കോൺഗ്രസ് നേതാക്കളെ കണ്ടിരുന്നു എന്നാണ് മാണി സി കാപ്പൻ വെളിപ്പെടുത്തുന്നത്. UDFുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് പാലായിലെ കുരിശുപള്ളി മാതാവിന് മുന്നിൽ വച്ച് ജോസ് കെ മാണി പറയട്ടെ എന്നും മാണി സി കാപ്പൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. KM മാണി ജനപ്രതിനിധിയായിരുന്ന 50 വർഷം പാലായിയുടെ സ്ഥിതി വച്ച് ജോസ് കെ മാണി ഒരുപാട് മാണി സി കാപ്പനെ വിമർശിച്ചതോടെയാണ് എല്ലാ വെളിപ്പെടുത്തലും മാണി സി കാപ്പൻ MLA ഇവിടെ നടത്തിയത്. മാണി സാർ ഭരണപക്ഷത്തിരുന്നപ്പോഴും പ്രതിപക്ഷത്തിരുന്നപ്പോഴും പാല കേരളത്തിൻ്റെ വികസന മാതൃകയായിരുന്നുവെന്നും ജില്ലാ വികസന സമിതിയിൽ പോലും ഇപ്പോഴത്തെ MLA പങ്കെടുക്കാറില്ല എന്നും ജോസ് കെ മാണി പറയുന്നുണ്ടെങ്കിലും അപ്പന് പകരമാകാൻ പാലായിൽ മകന് കഴിയുന്നില്ല എന്നുള്ളത് ജോസ് കെ മാണിയെ അപ്രസക്തനാക്കുന്നു. ഏതായാലും ഇപ്പോൾ ഭരണം കയ്യിലുണ്ടെന്നും തൽക്കാലം ഈ നടത്തിയ ക്രമക്കേടിൽ നിന്നും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാണ് പ്രവർത്തകർ ആഗ്രഹിച്ചിട്ട് പോലും മുന്നണി മാറാൻ ജോസ് കെ മാണി തയ്യാറാകാതെ ഇരിക്കുന്നതെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും എന്നുള്ളതാണ് ഈ വെളിപ്പെടുത്തലിൽ നിന്നും ലഭ്യമാകുന്ന സൂചന.